നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൃശ്ശൂർ, കണ്ണൂർ, തൊടുപുഴ, കാഞ്ഞിരപ്പള്ളി, കൊല്ലം എത്രയെത്ര ഇടങ്ങളിലാണ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കാറുകൾ കത്തിയ സംഭവം. കേരളത്തിലിതാ തലങ്ങും വിലങ്ങും കാറുകൾ കത്തുന്നു. പാലക്കാട് പുൽപ്പള്ളിയിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ കത്തി 2 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ഹൃദയം മരവിക്കുന്ന കഥയാണ് പാലക്കാട് നിന്ന് നമ്മൾ കേൾക്കുന്നത്. എൽസി എന്ന നേഴ്സ് ഭർത്താവ് മരിച്ച് 2 മാസമായി. കുഞ്ഞുങ്ങളുമായി ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ചിരുന്നു. കുഞ്ഞുങ്ങളെയും അമ്മയെയും കൂട്ടി അവർ വീടിന് മുറ്റത്ത് കിടന്ന ഒരു മാരുതി 800-ൽ കയറി. ഒരുപാട് നാളിന് ശേഷം എല്ലാവരും ഒരുമിച്ചുള്ള യാത്രയാണല്ലോ. 2 മാസമായി കാർ സ്റ്റാർട്ട് ചെയ്യാതെ മുറ്റത്തിട്ടിരിക്കുന്നു. കാർ ഓടിക്കുന്ന അമ്മയ്ക്കൊപ്പം മുൻ സീറ്റിൽ ചേച്ചിയിരുന്നപ്പോൾ മുത്തശ്ശിക്കൊപ്പം പുറകിലിരിക്കാൻ മറ്റ് 2 കുട്ടികൾ. അങ്ങനെ കാറിന്റെ പിൻസീറ്റിൽ ആൽഫ്രഡും എമിൽ മേരിയും. എല്ലാവരും കാറിൽ കയറിയപ്പോൾ മുത്തശ്ശി വീടടയ്ക്കാനായി വാതിലിനരികിലേക്ക് ചെന്നു. ഇതിനിടയ്ക്ക് അമ്മ എൽസി കാർ സ്റ്റാർട്ട് ചെയ്തു. തുടരെ കഷ്ടകാലമാണ് വീട്ടിൽ. 3 മാസം മുൻപുണ്ടായ അപകടത്തിൽ എൽസിയുടെ കൈയൊടിഞ്ഞിരുന്നു. അത് ഭേദമായി തിരികെ വന്നപ്പോൾ ചികിത്സയിലുണ്ടായിരുന്ന ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ച് 2 ആഴ്ച പിന്നിട്ടപ്പോൾ എൽസിക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങിയതിൻ്റെ 2ാം ദിനമാണ് നാടിനെ ആകെ വേദനയിലാഴ്ത്തിയ ഈ അപകടം. 35% പൊള്ളലോടെ ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ കിടന്ന് കരയുകയാണ് എൽസി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അടുത്തു വരുന്നവരോടൊക്കെ ചോദിക്കുന്നു. ശരീരം എരിഞ്ഞു നീറുമ്പോഴും തൻ്റെ മക്കളെ രക്ഷിക്കാനായിരുന്നു അപകട സമയത്ത് എൽസി ശ്രമിച്ചത്. കാറ് കത്തി തീയാളുമ്പോൾ കത്തിയമരുന്ന അഗ്നിയെ മറികടന്ന് കാറിനുള്ളിലെ തൻ്റെ പിഞ്ചോമനകളെ എടുത്ത് സമീപത്തെ പുൽത്തകിടിയിൽ കിടത്തിയിരുന്നു എൽസി. അതിനകം എൽസിയുടെ ശരീരം മുഴുവൻ തീ ആളിപ്പടർന്നു. നാട്ടുകാരെത്തുമ്പോൾ ആദ്യം കാണുന്നത് ശരീരത്തിൽ തീ പടർന്നു നിൽക്കുന്ന എൽസിയെ. കാറിനടുത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നു. എൽസിയുടെ ശരീരത്തിലെ തീയണച്ച നാട്ടുകാർ പിന്നീടാണ് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കുട്ടികളെ കണ്ടത്. മക്കൾ മരിച്ചതറിയാതെ എൽസി ആശുപത്രിയിൽ ഇപ്പോഴും കുട്ടികളെ കാണാൻ വാശി പിടിക്കുന്നു. അത്തിക്കോട് പുലക്കാട് എൽസിയുടെ മക്കളായ ആൽഫ്രഡ് മാർട്ടിൻ എന്ന 6 വയസ്സുകാരൻ, എമിൽ മേരിയ മാർട്ടിൻ എന്ന 4 വയസ്സുകാരി എന്നിവരാണ് മരിച്ചത്. കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇവർ മരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു നാടിന് നടുക്കിയ അപകടം. 60% പൊള്ളലേറ്റിരുന്നു 2 കുഞ്ഞുങ്ങൾക്കും. 35%-ലേറെ പൊള്ളലേറ്റ മൂത്തമകൾ അലീന കൊച്ചിയിൽ ആശുപത്രിയിലാണ്. അട്ടപ്പാടി താവളം സ്വദേശികളായ ഇവർ 5 വർഷം മുൻപാണ് പുൽപ്പള്ളി പൂളക്കാട് സ്ഥിരതാമസമാക്കിയത്. ഭർത്താവിന് 2 വർഷം മുൻപ് ക്യാൻസർ രോഗം തിരിച്ചറിഞ്ഞിരുന്നു. നീണ്ട ചികിത്സ, കയ്യിലുള്ള പണമൊക്കെ തീർന്നു. ദുരിതങ്ങളുടെ മേൽ ദുരിതമായിരുന്നു ആ കുടുംബത്തിൽ പെയ്തിറങ്ങിയത്. ഒടുവിൽ 2 മാസങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച എൽസി ഇപ്പോഴിതാ ജീവനായ 2 കുഞ്ഞുങ്ങളെയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മൂത്തമകൾ ഗുരുതര പൊള്ളലേറ്റ ആശുപത്രിയിൽ. എല്ലാം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട അവരെ നമ്മൾ ഇനി എങ്ങനെ ആശ്വസിപ്പിക്കും? 2002 മാരുതി സുസുക്കി 800 മോഡലാണ് തീപിടുത്തമുണ്ടായ വാഹനം. ഇത്തരം പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും വേണ്ടത്ര ശ്രദ്ധ പുലർത്തണം. കാറിൽ കയറിയപ്പോൾ തന്നെ പെട്രോളിൻ്റെ മണമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ മൂത്ത കുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ആദ്യ ശ്രമത്തിൽ കാർ സ്റ്റാർട്ടായില്ല. വീണ്ടും സ്റ്റാർട്ട് ചെയ്തതോടെ വാഹനത്തിൽ തീ പടർന്നു. തുടർന്ന് വലിയ പൊട്ടിത്തെറി സംഭവിച്ചുവെന്നാണ് മൂത്ത കുട്ടിയുടെ മൊഴി. എന്നാൽ ഫയർഫോഴ്സ് അധികൃതർ ഷോർട്ട് സർക്യൂട്ട് സാധ്യത തള്ളിക്കളയുന്നില്ല. ബാറ്ററിയിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതാകാനും സാധ്യതയുണ്ട്. കീ ഓണാക്കുമ്പോൾ ഇന്ധനം പമ്പ് ചെയ്യുന്ന മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനമുള്ള 2002 മോഡൽ കാറാണ് കത്തിയത്. പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിന് മുകളിലേക്ക് പെട്രോൾ വീണിട്ടുണ്ടെങ്കിലും സമാനമായ അപകടമുണ്ടാകാം. ഇതേസമയം സ്റ്റാർട്ടിംഗ് മോട്ടറിൽ സ്പാർക്ക് ഉണ്ടാവുകയും തീ പെട്രോൾ ടാങ്കിലേക്ക് പടരുകയും പിന്നീട് പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. നാട്ടിൽ എല്ലാവരോടും നല്ല രീതിയിലാണ് എൽസിയും കുടുംബവും പെരുമാറിയിരുന്നത് എന്ന് നാട്ടുകാർ ഓർമ്മിക്കുന്നു. വല്ലാത്ത സങ്കട കാഴ്ചയാണിപ്പോൾ അവിടെ. തൃശ്ശൂർ സ്വദേശിയായ മാർട്ടിനും അട്ടപ്പാടി സ്വദേശി എൽസിയും 5 വർഷം മുൻപാണ് പുളിക്കാട് വീട് കെട്ടി താമസം ആരംഭിച്ചത്. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മാർട്ടിൻ നാട്ടിൽ താമസിക്കണമെന്ന ആഗ്രഹത്തോടെ പുൽപ്പള്ളിയിൽ താമസമാക്കി. ഇന്റീരിയർ ഡിസൈനിങ് ജോലിയാണ് അയാൾ ചെയ്തിരുന്നത്. കുടുംബത്തെ പൊന്നുപോലെ നോക്കി. മാർട്ടിനും എൽസിയും നല്ല ജോഡിയെന്ന് നാട്ടുകാർ അസൂയയോടെ നോക്കിക്കണ്ടു. എന്നാൽ 1.5 വർഷം മുൻപ് മാർട്ടിന് ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നു. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ. നേഴ്സായ എൽസി ഒപ്പമിരുന്ന് മാർട്ടിനെ ശുശ്രൂഷിച്ചു. പക്ഷേ ഒടുവിൽ മാർട്ടിന് മരണം കൂട്ടിക്കൊണ്ടുപോയി. മാർട്ടിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അവർ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം അത്രയും തീർന്നു.
മാർട്ടിൻ മരിച്ച് 2 ആഴ്ച പിന്നിട്ടതും എൽസിക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടിവന്നു. ആൽഫ്രഡ് എന്ന ആ കുട്ടി പ്രായത്തേക്കാൾ വളരെ പക്വതയോടെയാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതെന്നും സ്കൂളിലെ അധ്യാപകർ പറയുന്നു. എമിൽ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. കളിക്കുടുക്കുകളായ 2 കുഞ്ഞുങ്ങളെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ ആമ്പല്ലൂർ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചത്. കാറിലുണ്ടായിരുന്ന ഇരട്ടക്കുട്ടികൾ അന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പ്രസവശേഷം ഇരട്ടക്കുട്ടികളുമായി മടങ്ങിയ മുരിങ്ങൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറായിരുന്നു കത്തിയത്. കാറിൽ 5 യാത്രക്കാർ. കാറിന്റെ മുൻവശത്ത് നിന്നാണ് പുക ഉയർന്നത്. ഇവർ കാറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഡോറുകൾ തുറക്കാൻ കഴിയാതിരുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ ഡോറുകൾ തുറക്കാൻ കഴിഞ്ഞത് വലിയ ദുരന്തം ഒഴിവാക്കി. പെട്ടെന്ന് തന്നെ കാറിൽ നിന്നിറങ്ങിയ കുടുംബം സാധനങ്ങൾ മാറ്റി തൊട്ടു പിന്നാലെ തീ ആളിപ്പടർന്നു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഇവിടെയും തീപിടുത്തത്തിന്റെ കാര്യം വ്യക്തമല്ല. ഇത്തരം ഘട്ടങ്ങളിൽ ഡോർ തുറക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഡോറിൻ്റെ ആ ചില്ല് കുത്തിപ്പൊട്ടിക്കണം. അത് കുത്തിപ്പൊട്ടിക്കണമെങ്കിൽ നിങ്ങളിരിക്കുന്ന സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റായി ഉപയോഗിക്കുന്ന ആ ഭാഗം വലിച്ചൂരിയെടുത്ത് ആ ചില്ലിന് നേർക്ക് ഇടിക്കുകയാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഓർമ്മിക്കുക. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം കത്തിയ കാർ. കഴിഞ്ഞ ജനുവരി അവസാനം തൊടുപുഴയിൽ കാർ കത്തി സിബി എന്നൊരാൾ മരിച്ച സംഭവം നമ്മെ ഏറെ വേദനിപ്പിച്ചിരുന്നു. പെരുമ്പാങ്കണ്ടത്ത് റബ്ബർ തോട്ടത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറാണ് അന്ന് കത്തി നശിച്ചത്. കാറിനുള്ളിലുണ്ടായിരുന്നയാൾ വെന്തു മരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ പാൽപുരത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച സംഭവം 2 മാസങ്ങൾക്ക് മുൻപ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലൂടെ ഓടിക്കൊണ്ടിരുന്ന വാഗണാർ കാർ കത്തി തീ പടർന്ന ഓർമ്മ. കൊല്ലത്തും കിളിമാനൂരിലുമൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ കാർ കത്തി നശിച്ചത്. തലങ്ങും വിലങ്ങും കാറുകൾ കത്തി നശിക്കുന്നു. കൃത്യമായി വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കേരളത്തിൽ വാഹനങ്ങളുടെ ബാഹുല്യം തന്നെയാണ്. പഴയ കാർ എത്ര പഴയതാണെങ്കിലും കളയാൻ ആർക്കും മനസ്സ് വരില്ല. കൃത്യമായ മെയിൻ്റെനൻസ് അനിവാര്യമാണ്. കാറിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പെട്രോളിൻ്റെയോ മറ്റെന്തെങ്കിലും മണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ സീരിയസ് ആയി തന്നെ എടുക്കണം. തീപിടുത്തമുണ്ടാവുകയോ പുക കാറിൽ നിന്ന് ഉയരുകയോ ചെയ്താൽ ഒരു കാരണവശാലും പിന്നീട് കാറിൽ ഒട്ടും നേരം ഇരിക്കരുത്. എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ചാടുക. വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് മുന്നിൽ. പുൽപ്പള്ളിയിലെ ഈ ദുരന്തം നമ്മെ ഏറെ തകർത്ത് കളയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.